ഓഫീസിലെ മേഡേ അവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. പക്ഷെ എന്നാലും മേഡം എന്നെയാണ് സെലക്ട് ചെയ്തത്. എന്തിന്? കമ്പനിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് മേഡത്തിന്റെ കൂടെ ഊട്ടി വരെ ഒരു 4 ദിവസം ഒന്ന് വരണമെന്ന് പറഞ്ഞു. നിങ്ങൾ പോണ്ട. അങ്ങനെ നിങ്ങൾക്ക് ഇനി പോയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാനൊരു ടെസ്റ്റ് എടുത്താം. എന്ത് ടെസ്റ്റ്? അതൊക്കെ ഉണ്ട്. ആ ടെസ്റ്റിൽ നിങ്ങൾ ജയിച്ച ഉം. മാഡത്തിന്റെ കൂടെ നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ പോയിക്കോ. നിങ്ങളും മാഡവും കൂടി പുറത്തു പോകുന്നു, റോട്ടിലെവിടെയോ. ആ. പെട്ടെന്ന് മാഡം തല ചുറ്റി നിങ്ങളുടെ മേത്തോട്ട് വീഴുന്നു. നിങ്ങൾ അവരെ പിടിക്കുമോ ഇല്ലയോ? ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞു മാറിക്കളയും. നേരെ റോട്ടിലേക്ക് അവര് റോട്ടിൽ വീണ് കിടക്കുമ്പോൾ ഞാൻ ആ പരിസരത്തുള്ള ആളുകളെ വിളിച്ചു വരുത്തും. ചേട്ടാ പ്ലീസ്, ചേട്ടാ എക്സ്ക്യൂസ് മീ, ഒരു ഹെൽപ്പ് ചെയ്യണേ പ്ലീസ് പ്ലീസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഓടി വരും. അവർ വന്നിട്ട് മേഡത്തിനെ എഴുന്നേറ്റ് നിർത്തി എന്താണ് ഏതാണെന്ന് ചോദിക്കും. ചിലപ്പോൾ വെള്ളം മേടിച്ചു കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അല്ലാണ്ട് ഞാൻ ചാടിക്കയറി പിടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫാമിലി ആയിട്ട് ജീവിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ ശരിയാണോ നുണയാണോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളും മാഡവും കൂടി ഒരു കോഫി ഷോപ്പിൽ പോകുന്നു. ആ. അവിടെ വെച്ച് മാഡം ഓർഡർ ചെയ്ത കോഫി ആദ്യം വരുന്നു. ഉം. ആ കോഫി കുടിച്ചിട്ട് അതിനെന്തോ പ്രശ്നമുണ്ട്, നിങ്ങളോടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുന്നു. മാഡം കുടിച്ചതിന്റെ ബാക്കി കോഫി നിങ്ങൾ കുടിക്കുമോ ഇല്ലയോ? എന്ത് ചോദ്യം ഇത്? ഞാൻ കുടിക്കൊന്നുമില്ല. അവര് വല്ല പല്ല് വെച്ചിട്ടുണ്ടോ കുളിച്ചിട്ടുണ്ടോ ഞാൻ എങ്ങനെ അറിയാനാണ്? അത് തന്നെയല്ലേ നിങ്ങളൊക്കെ ലിഫ്റ്റിക്കും വാരി തേച്ച് രാവിലെ മുടിയും ചീപ്പിയും 6-7 ദിവസം ഇട്ട ഉടുപ്പൊക്കെ ഇട്ട് സെന്റും പൂച്ചി നടക്കണേയിരിക്കുള്ളൂ. മേഡം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാര്യം കമ്പനിയുടെ മേഡം ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അവര് കുടിക്കണമെന്ന് കുടിക്കാൻ എന്നെ കിട്ടൂല. നീ എന്താ എന്നെ കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചിരിക്കണത്? അതൊന്നും നടക്കില്ല. ചോദിച്ചടുത്ത ചോദ്യം ഇനിയുണ്ടോ ചോദ്യം? ഇനി ചോദ്യമൊന്നുമില്ല. നിങ്ങൾ പൊയ്ക്കോ. നിങ്ങൾ പാസ്സായി. നിങ്ങൾ പൊയ്ക്കോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴെങ്കിലും നിനക്ക് എന്നെ മനസ്സിലായില്ലേ ടെസ്റ്റിംഗില്? പൊയ്ക്കോ. അയ്യോ മേഡം. ഹലോ മേഡം. താൻ എന്താടോ എന്നെ കുറിച്ച് വിചാരിച്ചേ? തന്റെ ഭാര്യ എന്നെ കോൾ ചെയ്തോണ്ട് എന്നെ തന്നോട് സംസാരിച്ചേ. താൻ അവിടെ പറഞ്ഞത് മുഴുവൻ ഞാൻ ഇവിടെ കേട്ടടോ. അയ്യോ മേഡം, തന്റെ തനി സ്വഭാവം ഞാൻ ഇപ്പഴാ മനസ്സിലാക്കിയേ. മേഡം ഞാനൊന്നും. താൻ ഇനി കമ്പനി തന്നെ വേണോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തേ ഊട്ടിക്ക് പോണില്ലേ? എന്തൊക്കെയായിരുന്നു. ഊട്ടിക്ക് പോകുന്നു, കൊടൈക്കനാല് പോകുന്നു. എന്നോടാ കളി. എടീ ദുഷ്ടേ. എനിക്കിഷ്ടായി. എന്തൊരാശ്വാസം.